അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. എം.ആർ. അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടന്നത്. സർക്കാർ നിലപാടിനെതിരെ യു.ഡി.എഫ് നേതാക്കൾ ആഞ്ഞടിച്ചു. പി.വി. അൻവർ എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. അനധികൃത സ്വത്ത് സമ്പാദനമില്ലെന്ന് കാട്ടി എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് നേരത്തെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി അംഗീകരിച്ചത്. ഇന്നലെ കണ്ണൂരിൽ നിന്ന് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി റിപ്പോർട്ട് വിളിച്ചു വരുത്തി ഒപ്പിടുകയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ എഡിജിപിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രി അംഗീകരിച്ചതോടെ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ പ്രതിപക്ഷ നേതാവ് രൂക്ഷമായി പ്രതികരിച്ചു. അതേ റാങ്കുകാരനായ ഒരാൾക്കെതിരായിട്ട് വ്യാജ മൊഴി കൊടുത്തു എന്ന് DGP റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അതിൻ്റെ മീതെ കയറിയിരിക്കുകയാണ് ആ കസേരയിൽ. ഈ ചുറ്റും നിൽക്കുന്ന ഈ ഉപജാപക സംഘത്തെ രക്ഷപ്പെടുത്തുകയും അവർ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എം.ആർ. അജിത് കുമാർ BJPയുമായി മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കുന്ന പാലമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. സ്വന്തം DGP എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ റിപ്പോർട്ട് പരിഗണിക്കുന്നില്ല. അതായത് BJPയുമായിട്ടുള്ള പാലം പണിയുന്ന അജിത് കുമാറിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള സ്റ്റാൻഡാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരേ കാര്യത്തിൽ തന്നെ എടുത്ത ഇരട്ട സ്റ്റാൻഡ് എന്ന് പറയും. വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഷേഖ് ദർവേസ് സാഹിബ് വിരമിക്കുമ്പോൾ ADGP M.R. അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. വിജിലൻസ് അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് ലഭിച്ചതോടെ ആ സ്ഥാനക്കയറ്റം സുഗമമാകും. എന്നാൽ P. വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസെടുക്കണമെന്ന DGPയുടെ ശുപാർശയിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നത് ഈ സ്ഥാനക്കയറ്റത്തിൽ പ്രധാനമാണ്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.